നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സർ നമസ്കാരം. വന്ദേ മാതരം. വന്ദേ മാതരം. വന്ദേ മാതരം. സാറേ, നമ്മുടെ രാജ്യം പല മേഖലകളിലും വലിയ മുന്നേറ്റം കാഴ്ചവെച്ച് കഴിഞ്ഞു. അതിലൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഈ ബഹിരാകാശ പര്യവേഷണ രംഗത്ത് നമ്മൾ വലിയ കുതിച്ചുചാട്ടം നടത്തിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. പക്ഷേ ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ നിറയുന്ന ഒരു വാർത്ത, ഈ അനിൽ മേനോൻ എന്നൊരാൾ ബഹിരാകാശത്തേക്ക് പോകുന്നു, അത് അമേരിക്കയിൽ നിന്ന് പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിരന്തരം വാർത്തകൾ വരുന്നുണ്ട്. സത്യത്തിൽ ഈ മലയാളം മാധ്യമങ്ങൾ ഉൾപ്പെടെ, എനിക്ക് തോന്നുന്നു ദേശീയ മാധ്യമങ്ങൾ അത്ര കാര്യമായിട്ട് ഇതിനെ പിന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ മലയാള മാധ്യമങ്ങൾ, ഇദ്ദേഹം ഒരു മലയാളി കൂടി ആയതുകൊണ്ടായിരിക്കണം, വലിയ പ്രചുര പ്രചാരം ഇതിന് കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ ഇദ്ദേഹം ഇപ്പോൾ ഈ പുലി വരുന്നേ പുലി എന്ന് പറയുന്നത് പോലെ ഇതാ ഇപ്പോൾ പോവും, നാളെ പോവും, മറ്റന്നാൾ പോവും എന്ന് പറഞ്ഞാണ് വാർത്തകൾ വരുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ അനിൽ മേനോൻ്റെ ബഹിരാകാശ യാത്ര എന്തൊക്കെയോ തടസ്സങ്ങളും എവിടെയൊക്കെയോ ബുദ്ധിമുട്ടുകളും ഉള്ളതായിട്ടൊക്കെ തോന്നുന്നു. എന്താണ് അതിൻ്റെ വിശദാംശങ്ങളെന്ന് അറിയില്ല. അപ്പോൾ ഈ വാസ്തവത്തിൽ ഈ അനിൽ മേനോൻ ആരാണ്? അദ്ദേഹം മലയാളി തന്നെയാണോ? ഈ അദ്ദേഹത്തിൻ്റെ ഈ ബഹിരാകാശ യാത്രയെ സംബന്ധിച്ച് ഈ നമ്മുടെ മാധ്യമങ്ങളിൽ കൂടെ പ്രചരിക്കുന്ന വാർത്തകൾ പൂർണ്ണമായും ശരിയാണോ, സത്യമാണോ? എന്താണ് അങ്ങയുടെ അഭിപ്രായം? പ്രശാന്ത്, ആദ്യമായിട്ട് നിങ്ങൾ 2-3 ചോദ്യം ഒരുമിച്ച് ചോദിച്ചു. അപ്പം 1 by 1 പറയാം. ആദ്യം, അയാളൊരു മലയാളിയല്ല. അനിൽ മേനോൻ പിന്നെ അങ്ങനെ അച്ഛൻ്റെ പേരാണ്. അങ്ങനെ അമ്മ ഉക്രൈൻകാരിയാണ്. ഓ, അത് ശരി. അയാൾ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനെ ടച്ച് ചെയ്ത് ഓത്തെടുത്തിട്ടുള്ള ആളാണ്. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അമേരിക്കൻ സിറ്റിസൺ ആണ്. അമേരിക്കൻ സിറ്റിസൺ അല്ലെങ്കിൽ ഇതാവാൻ പറ്റൂലല്ലോ. അത് അവിടെ നിൽക്കട്ടെ, മറ്റേ തടസ്സമൊന്നുമില്ല, അത് നടക്കും. അത് അയാൾ അമേരിക്കൻ സിറ്റിസണാണ്. അപ്പോൾ അമേരിക്കക്കാർക്ക് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. മറ്റേ ഡീപ് സ്റ്റേറ്റും പെൻറ്റഗൺ ചെയ്യുന്ന പരിപാടികളൊന്നും ഇതിൽ ചെയ്യില്ല. എന്ന് പറഞ്ഞാൽ ഇത് വളരെ സെലക്ഷൻ പ്രൊസീജിയറിൽ വരുന്നതാണ്. അത് ഇന്ത്യയിലോടുള്ള സ്നേഹം കൊണ്ടും അല്ല അനിൽ മേനോൻ എടുത്തത്. കഷ്ടകാലത്തിന് അച്ഛൻ്റെ പേര് മേനോനാണ്. ഇപ്പം എൻ്റെ അച്ഛൻ്റെ പേര് പണിക്കരാണ്, വാസുദേവ പണിക്കർ. അപ്പം ഞാൻ ശരിക്കും GK പണിക്കർ അല്ലെങ്കിൽ ഗോപാലകൃഷ്ണൻ IPS പണിക്കർ എന്ന് എനിക്ക് വയ്ക്കാം വേണമെങ്കിൽ. പക്ഷേ എനിക്ക് വെക്കേണ്ട കാര്യമില്ല. വെക്കാതെ തന്നെ ഇതിന് പിന്നെ നെയ്മല്ലേ, നമ്മൾ കാസ്റ്റ് നെയിം അല്ലല്ലോ ഉദ്ദേശിക്കുന്നത്, അച്ഛനെ ഓർമ്മിപ്പിച്ചല്ലേ നമ്മൾ വെക്കും. അപ്പം അതേപോലെ ഇങ്ങനെ മേനോൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേരുടെ അച്ഛൻ ഇവിടെ എല്ലായിടത്തും അറിയപ്പെട്ടിരുന്ന പാലക്കാട്ട് നിന്നുള്ള ചേറ്റൂർ എന്നുള്ള മേനോൻ, കാസ്റ്റ് വെച്ചല്ലേ മേനോനെ എന്ന് വിളിക്കൂലേ, നായരെ, പണിക്കരെ എന്നൊക്കെ വിളിക്കൂലേ, അല്ലെങ്കിൽ നമ്മളെ പിള്ള അല്ല മറ്റേ SNDPക്കാരെ വിളിക്കുമല്ലോ. ഇതേപോലെ ഒരു ഇതുണ്ട്, മറ്റേ അവരും പണിക്കർ അല്ല, പണിക്കരെന്നല്ല, പിന്നെ റെസ്പെക്ട്ഫുൾ ആയിട്ട് ഒരു വേർഡുണ്ട്, എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. അപ്പൊ ഈ ചിലപ്പോ കാസ്റ്റ് നെയിം വെച്ച് അല്ല, അത് വൈദ്യര്, അത് ബഹുമാനം കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഈ അനിൽ മേനോന്റെ അമ്മ ഉക്രൈൻകാരിയാണ്. അനിൽ മേനോൻ അവിടെയാണ് പഠിച്ചത്. ഉക്രൈനിലാണ്. അങ്ങേരെ ജീവിതകാലത്ത് അച്ഛൻ്റെ കൂടെ 1-2 പ്രാവശ്യം ഇവിടെ വന്നു, കേരളത്തിൽ വന്നു. അങ്ങേർക്ക് മലയാളം സംസാരിക്കാൻ അറിഞ്ഞുകൂടാ. അമ്മ ഉക്രൈൻകാരിയും അച്ഛൻ മലയാളിയാണെങ്കിൽ മലയാളം പഠിപ്പിക്കുമോ? അവിടെ മലയാളം പഠിച്ചിട്ട് എന്ത് ചെയ്യാനാ? അപ്പം അതൊന്നും അല്ല, അയാൾ അമേരിക്കൻ സിറ്റിസനാണ്. അപ്പോൾ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് അങ്ങേർക്ക് കൂറ്. അപ്പം അങ്ങേര് ഇന്ത്യയിലോട്ടും കേരളത്തോട്ടും നോക്കിയല്ല ഇരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ മാധ്യമങ്ങൾ ചെയ്യുന്നത് ശരിയല്ല. ഇത് മാത്രമല്ല, ഇതിനു മുമ്പ് കൽപ്പന ചൗള, സുനിത വില്യംസ്, ഇവർക്ക് ആർക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാരൻസ് ഒക്കെ ഒരാൾ വേറെ ഇന്ത്യൻ വംശജയാണെന്ന് പറയാൻ, വില്യംസ് പിന്നെ സുനിത വില്യംസ്, അവരുടെ അച്ഛനോ അമ്മയോ ആരോ ഒരാൾ ഫോറിനറാണ്, അമേരിക്കക്കാരനാണ്, വേറെ ഏതോ രാജ്യത്തു നിന്നാണ്. അതേപോലെ തന്നെ ഒരുപാട് പേരുണ്ട്. ഇപ്പം അല്ല, രാജാചാരി അങ്ങനെ അവരെ പറ്റി നമ്മൾ കേട്ടിട്ടില്ല. രാജാചാരി എന്ന് പറഞ്ഞാൽ ഈ എയർഫോഴ്സ് ടെസ്റ്റ് പൈലറ്റാണ്, 2017 മറ്റോ സെലക്ട് ആയത്. പിന്നെ സിറീഷ ബാന്തല, സ്പേസ് ടൂറിസ്റ്റ്. ഷീ ഈസ് ദ ഫസ്റ്റ് വൺ, ഓൺലി ഇന്ത്യൻ ബോൺ വുമൺ ടു മേക്ക് സബോർബിറ്റൽ ഫ്ലൈറ്റ്. ഈ സുനിത വില്യംസിനും കൽപ്പന ചൗളയ്ക്കും ഒക്കെ മുമ്പ്
ഇങ്ങനെ ഇന്ത്യക്കാർ അല്ലല്ല, അത് മുമ്പേ അല്ല, ഇതിന് ശേഷമാണ്. ഓ അത് ശരി. ഫസ്റ്റ് കൽപ്പന ചൗള തന്നെ അവർ മരണപ്പെട്ടു പോയല്ലോ. അതെ. അപ്പൊ നമ്മുടെ പോയിന്റ് അതല്ല, എന്തിനാണ് ഈ മാധ്യമങ്ങൾ ഇങ്ങനെ ഒരു ആവശ്യമില്ലാത്ത ഇല്ലാത്ത ന്യൂസ് പറഞ്ഞ് പരത്തണത്? ഇപ്പോൾ പ്രശാന്തിൻ്റെ അനിയൻ ഹോങ്കോങ്ങിലാണെന്ന് വെച്ചോളൂ, അവിടുന്ന് 2 ജനറേഷൻ കഴിഞ്ഞ അവിടെ ഹോങ്കോങ് സിറ്റിസൺ അല്ലെങ്കിൽ അങ്ങനെയല്ലേ പറയാൻ പറ്റും, അല്ലെങ്കിൽ ഇവിടെ ആയിട്ട് സ്ഥിരം ബന്ധം വേണം. ഇത് ഈ അനിലിൻ്റെ ഗ്രാൻഡ് ഫാദർ ചേറ്റൂർ ശങ്കരൻ നായർ നമ്മുടെ വലിയ ചീഫ് ഹൈക്കോടതിയിലെ ഒരു ലേണഡ് ജഡ്ജായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദർ നമ്മുടെ കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഫസ്റ്റ് പ്രസിഡൻ്റായിരുന്നു. അതെല്ലാം ശരിയാണ്. പക്ഷേ ഈ പയ്യൻ ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. അവൻ ഇവിടെ വരില്ല. മലയാളം സംസാരിക്കാൻ അറിഞ്ഞുണ്ടെങ്കിൽ പിന്നെ അയാൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ നെഞ്ച് പിടിച്ചോണ്ടാണോ നിൽക്കുന്നത്? ഇല്ല, ഈസ് എ പക്ക ട്രൂ ബ്ലൂ US യാങ്കി, ഒരു അമേരിക്കൻ പൗരനാണ്. യാങ്കി എന്നാണ് അവരെ പറയുന്നത്. യാങ്കിയാണ് അയാള്. പിന്നെ ഇവിടെ കിടന്നുകൊണ്ട് ഈ നിലവിളിക്കാൻ ഒന്നും പറയണ്ട. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഏറ്റവും വലിയ നിലവിളി മലയാളിയുടെ അല്ല, ഇന്ത്യക്കാർക്കെല്ലാം ഈ കുഴപ്പമുണ്ട്. ഇവര് കമല ഹാരിസ്, എന്തോ വൈസ് പ്രസിഡന്റ്, അയ്യോ തമിഴ്നാട്ടിലെ ദീപാരാധന, അയ്യോ അട്ടാസം ബഹളം. അവര് ഇന്ത്യക്ക് ചെയ്ത പോലത്തെ പാര അവര് വന്നിട്ട്, അവര് പാകിസ്ഥാന്റെ ആളാണ് കമല ഹാരിസ്. അപ്പൊ ഇവിടെ കിടന്ന് പാകിസ്ഥാനെയാണ് സപ്പോർട്ട് ചെയ്തത്. കാരണം അത് അവരുടെ പൊളിറ്റിക്സ് ആണ്. നമുക്ക് അവരും പിന്നെ അവരെ കൂടെ ഉണ്ടായിരുന്ന പ്രസിഡന്റ് ഒബാമ മാക്സിമം പാകിസ്ഥാനല്ലേ സപ്പോർട്ട് ചെയ്തത്. ഇന്ത്യയെ ഒബാമ വലുതായിട്ട് ഉപദ്രവിച്ചില്ല, പക്ഷെ മാക്സിമം അവരെയാണ് സപ്പോർട്ട് ചെയ്തത്. അപ്പം ഈ പിന്നെ ഒരു ജനറേഷൻ കഴിഞ്ഞ, ഇപ്പൊ ഞാൻ USA പോവുകയാണ്. അപ്പോൾ ഞാനൊരു വിദേശ വനിതയാണ്, US റഷ്യക്കാരിയാണ് കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ കേരളമായിട്ട് എന്തോ ബന്ധം, അല്ലെങ്കിൽ എൻ്റെ ബ്രദേഴ്സും ഇവരൊക്കെ ഇവിടെ ഉണ്ടായി. അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഈ തലമുറ. അടുത്ത തലമുറ ടോട്ടലി ലോസ്റ്റ്. ഇത് 3ാമത്തെ 4ാമത്തെ തലമുറ തന്നെ അനിൽ. അപ്പോൾ എന്തിനാണ് ഈ കള്ളം എഴുതി പിടിപ്പിക്കുന്നത്? അങ്ങേര് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നമ്മുടെ കേരളത്തെ പറ്റി? അതുപോലെ തന്നെ ഈ കമല ഹാരിസിൻ്റെ സമയത്തായിരുന്നു തമിഴ്നാട്ടുകാർ ഭയങ്കര തമിഴ്നാടോ ആന്ധ്രയിലും അവർക്ക് വേണ്ടി പൂജയൊക്കെ എന്തിനാണ് കഴിപ്പിച്ചതെന്ന് എനിക്കിപ്പോഴും ഓർമ്മ. അപ്പോൾ ഇത് തെറ്റാണ്. ഒന്നാമത് അവരുടെ പേട്രിയോട്ടിസത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ്. ഇപ്പം ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഭയങ്കര ഉടക്കാണെന്ന് വെച്ചു. അങ്ങനെ ഉടക്കിയ സമയങ്ങളുണ്ട്. ബിൽ ക്ലിൻ്റൻ്റെ ഒക്കെ സമയത്ത് ഭയങ്കര ഉടക്കായിരുന്നു. അപ്പോൾ അങ്ങനെ ഉടക്കി നിൽക്കുമ്പം ഇവർക്ക് മിണ്ടാൻ പറ്റുമോ? ഇല്ല, ഇന്ത്യക്കാർക്ക് ഇന്ത്യക്ക് അനുകൂലമായിട്ട് ഒന്നും പറയാൻ സാധിക്കില്ല. ജപ്പാൻകാര് USA-ലുണ്ടായിരുന്നു. സെക്കൻഡ് വേൾഡ് വാർ വന്നപ്പോൾ ഈ ജപ്പാൻകാരെ മൊത്തം അറസ്റ്റ് ചെയ്ത് അകത്താക്കി. അവരൊന്നും ചെയ്തില്ല. അവർ അമേരിക്കൻ സിറ്റിസൺസ് ആണ്. അപ്പൊ അതേപോലെ അവരുടെ ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് തുല്യമാണ്. പേട്രിയോട്ടിസവും അവരുടെ അമേരിക്കയോടുള്ള കൂറിനും ക്വസ്റ്റ്യൻ ചെയ്യുന്ന വിധത്തിലാണ് നമ്മളെ ഇവരിങ്ങനെ എഴുതി പിടിപ്പിക്കുന്നത്. അങ്ങനെ ഒന്നും ഇല്ല. അയാൾ വരട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തെ പറ്റി എന്തെങ്കിലും പറയട്ടെ, എനിക്ക് എൻ്റെ ഗ്രാൻഡ് ഡാഡിൻ്റെ സ്ഥലം കാണണം എന്ന് പറഞ്ഞ് വരട്ടെ, അപ്പം നമുക്ക് എഴുതാം. അല്ലാതെ അനിൽ മേനോൻ പറഞ്ഞ് നിലവിളിക്കേണ്ട കാര്യമില്ല. ഇതുപോലെ ഒരുപാട് നിലവിളിച്ചിട്ടുണ്ട്. ഈ കൽപ്പന ചൗള, ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും മലയാളിയല്ല. ശരി, ഒരു മലയാളിയാണ് കല്യാണം കഴിച്ചെങ്കിൽ ഇന്ത്യക്കാരിയാണ് കല്യാണം കഴിച്ചത്, നമുക്കതും പറയാം. അവരും വേറെ ഏതോ രാജ്യക്കാരിയാണ്, US സിറ്റിസനാണ്, വേറെ രാജ്യക്കാരിയാണ്, USA-ൽ ജനിച്ചു വളർന്ന അങ്ങനെ ഉണ്ടോ അവരുടെ പാരൻസ്. സാറേ, എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഒരാൾ ബഹിരാകാശത്തേക്ക് പോവുകയാണ്, നമ്മുടെ ഒരാൾ ഇവിടുന്ന് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ നമ്മുടെ ISROയുടെ ഒക്കെ ശ്രമഫലമായിട്ട് നമ്മളൊരു ഒരു വലിയ അറ്റംപ്റ്റ് ആണല്ലോ ആ നടത്തുന്നത്. അങ്ങനെ പോവാണ്. പക്ഷെ അതിന് ഇത്ര ഹൈപ്പ് കിട്ടി വരുന്നുണ്ടല്ലോ. നിങ്ങളെ പേരുള്ള ആള് പ്രശാന്ത്. അതെ അങ്ങനെ വരെയല്ലേ? അതിന് ഇത്രയും പറയും, ഇത്ര ഹൈപ്പ് കിട്ടില്ല, പറയില്ല. ഇത് ചുമ്മാ ഇവിടെ എനിക്ക് നമ്മുടെ രാജ്യം അന്ധമായ അമേരിക്കൻ അല്ലല്ല, അതൊന്നും അല്ല. അവരില്ലാത്ത ഒരു ന്യൂസ് ഉണ്ടാക്കുന്നതാണ് അന്ധമായ. ഈ എഴുതുന്നവരെല്ലാം ആന്റി അമേരിക്കൻസ് ആണ്. അത് വേറെ. നമ്മളെ ഇവിടുത്തെ ന്യൂ ജനറേഷൻ, ഇവിടുത്തെ പത്രമാധ്യമങ്ങളെല്ലാം ആന്റി അമേരിക്കൻ. അതെ. പക്ഷേ അതുകൊണ്ടല്ലേ സാറേ, ഒരു കാര്യം ഞാൻ പറയാം. ഈ ആന്റി അമേരിക്കൻ ആണെന്നൊക്കെ പറയും,
പക്ഷെ അമേരിക്കയിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിനോ എന്തെങ്കിലും ഒരു കാര്യത്തിന് വിളിച്ചാൽ അവർ പറന്നു പോവും, അവിടെ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ വാങ്ങുകയും. അത് ഹിപ്പോക്രസി, ഷിയർ ഹിപ്പോക്രസി. നമ്മളെ ഇവിടെയുള്ള ചില രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർ എന്തുണ്ടെങ്കിലും ചികിത്സിക്കണ ഒരു കാലിലൊരു പരുവ് ഉണ്ടെങ്കിൽ അതിനൊരു എക്സെപ്ഷൻ VS അച്യുതാനന്ദൻ മാത്രമേ. അതെ അതെ അതെ, ബാക്കി എല്ലാവരും അതിന് ഏറ്റവും നല്ല മാതൃക കാണിച്ചത് എനിക്ക് തോന്നുന്നത് നമ്മുടെ സുഷമ സ്വരാജ് വിദേശകാര്യമന്ത്രിയാണ്. അവർക്ക് കിഡ്നി കംപ്ലൈന്റ് ആയി, അപ്പോൾ അവർക്കൊരു ഓപ്പറേഷൻ വേണം. അന്ന് അത് അമേരിക്കയിൽ പോയി ചെയ്യാൻ പറഞ്ഞിട്ട് അവർ പറഞ്ഞു ഇല്ല, ഞാനത് അമേരിക്കയിൽ പോയി ചെയ്താൽ നമ്മുടെ ഇന്ത്യൻ ഡോക്ടേഴ്സിന്റെ പുറത്തുള്ള വിശ്വാസമാണ് നഷ്ടപ്പെടുന്നത്. ഞാൻ ഇവിടെ അവർ ആ ഓപ്പറേഷൻ കഴിഞ്ഞു, സുഖമായി, പിന്നെ കുറെ കാലം കൂടെ ആക്റ്റീവ് ആയിരുന്നു അവർ. അല്ല, ഈ USA ഇപ്പൊ പലരും ഇവിടെ വന്നാണ് പലതും നടത്തുന്നത്, മെഡിക്കൽ കൺസൾട്ടേഷൻ. അവിടെ ഡോക്ടറെയും കാണാൻ നോക്കില്ല, ഭയങ്കര കോസ്റ്റ്ലി. പലരും പൈസയുള്ള അമേരിക്കക്കാരായ ഇന്ത്യ മെഡിക്കൽ ടൂറിസം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇവർ ഇങ്ങനെ ഇല്ലാത്തടത്ത് ന്യൂസ് ഉണ്ടാക്കാൻ നടക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ മലയാളി എന്ന് പറഞ്ഞ് ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോലെ അവരൊന്നും ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് സംസാരിച്ചിരുന്നെങ്കിൽ അയാളുടെ ഗ്രാൻഡ് ഫാദർ കേരളത്തിൽ നിന്നുള്ളതാണ് ഒരു സെന്റൻസ് നടത്താം. അതിനെ അങ്ങോട്ട് ഭയങ്കര ആട്ടാസം. ഇന്ത്യൻ വംശജൻ, മലയാളി, ഇന്ത്യ ഒരുപാട് വംശജനുണ്ട്. ഇന്ത്യ ഹർഗോവിന്ദ് ഖൊറാന വലിയ DNA സയന്റിസ്റ്റ് ആയിരുന്നു. ഹർഗോവിന്ദ് ഖൊറാന നോബൽ സമ്മാനം കിട്ടിയ ആളല്ലേ ഹർഗോവിന്ദ് ഖൊറാന. അന്ന് ഈ ഇവിടെയുള്ള പത്രങ്ങളൊന്നും ഇത്ര ആട്ടാസം അങ്ങനെയുടെ വന്നിട്ടുമില്ല. ഹർഗോവിന്ദ് വന്നിട്ടുമില്ല. ഇല്ല, അതുപോലെ അങ്ങനെ പറഞ്ഞു തരാം. അബ്ദുസലാം പാകിസ്ഥാന്റെ ഫിസിക്സിന് നോബൽ സമ്മാനം കിട്ടിയ ആളാണ്. അയാൾ ഇന്ത്യയിൽ വന്നു, പാകിസ്ഥാനിൽ പോയിട്ടില്ല. അയാൾ അഹമ്മദിയ കമ്മ്യൂണിറ്റി പെട്ടാണ്. അയാൾ യു എസിലാണ്. അതിന് പാകിസ്ഥാനിലെ നമ്മളിവിടത്തെ പോലെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ മത്തങ്ങ വലിപ്പത്തിൽ പാകിസ്ഥാനി എന്നൊക്കെ പറഞ്ഞ് എഴുതി. അയാൾ പാകിസ്ഥാനിൽ പോയില്ല, ഇന്ത്യയിൽ വന്ന് ലെക്ചർ നടത്തി നോബൽ സമ്മാനം കിട്ടിയ ശേഷം. അപ്പൊ അതുകൊണ്ട് ഇതിൽ നിന്ന് അവരൊക്കെ ശരിക്കും അമേരിക്കക്കാരാണ്. അവർക്ക് ഇന്ത്യ നമ്മൾ ഇൻവൈറ്റ് ചെയ്തപ്പം അവര് വന്നു. പിന്നെ അവർക്ക് അയാൾക്ക് പാകിസ്ഥാനുമായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പൊ അതേപോലെ ഇത്തരത്തിൽ നമ്മുടെ മാധ്യമങ്ങൾ ഇങ്ങനെ വളർച്ച ഒടിക്കുന്ന ഇല്ലാത്ത വാർത്തകൾക്ക് വേണ്ടി അങ്ങനെ ചെയ്തത് മോശമാണ്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന അയാളെ മേനോൻ പെട്ടുപോയി. അയാളുടെ പേരിന്റെ വാല് ഇവിടുത്തെ ഇതെല്ലാം കൂടെ ട്രാൻസ്ലേറ്റ് ചെയ്ത് അയാളുടെ അമ്മ ഉക്രൈൻകാരിക്ക് അയച്ചു കൊടുത്താൽ അവർ ചിലപ്പോൾ ചൂടാവും. ചിലപ്പോൾ അങ്ങനെ ഭാര്യയും അപ്രീഷിയേറ്റ് ചെയ്യില്ല. അപ്പൊ ആവശ്യമില്ലാത്ത ന്യൂസുകൾ നമ്മൾ എന്തായാലും നമ്മുടെ മാധ്യമങ്ങൾ ഇതൊരു എന്താ പറയുക, അനാവശ്യമായി ഇങ്ങനെ ഹൈപ്പ് കൊടുത്ത ആൾക്കാരെ കുറിച്ച് തെറ്റായ പ്രചാരണങ്ങൾ നടത്താതിരിക്കുക. ഇതിലൊക്കെ ഒരു മിതത്വം പാലിക്കുക. മാധ്യമങ്ങൾ അറിയിക്കുന്നതേ കൊടുക്കുക. അതെ, വാർത്തകൾ, വസ്തുതകളാണ് ജനങ്ങളിൽ എത്തിക്കേണ്ടത്. അല്ലാതെ ഈ സെൻസേഷണലിസം അതിൻ്റെ പുറകെ പോവുക അല്ല വേണ്ടത് മാധ്യമങ്ങൾ. അതാണിവിടെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം. എന്തായാലും സാറ് ഈ അനിൽ മേനോൻ ബഹിരാകാശത്ത് പോവുകയും മറ്റ് വലിയ വലിയ കാര്യങ്ങൾ സാധിക്കുകയും ചെയ്യട്ടെ. സന്തോഷം, നല്ല കാര്യം. അയാളുടെ അച്ഛൻ ഇന്ത്യക്കാരനല്ലേ? അതെ, അയാളുടെ അപ്പൂപ്പൻ ഇന്ത്യക്കാരനാണ്. നമുക്കും അക്കാര്യത്തിൽ അങ്ങനെ ഒരു അഭിമാനമുണ്ട്. പക്ഷെ അനാവശ്യമായ ഹൈപ്പ് കൊടുക്കാതിരിക്കുക. നമ്മൾ ഈ പറയുന്നത് പോലെ വസ്തുതകളും വാർത്തകളും. അയാളുടെ അമ്മയും മറ്റേ ഉക്രൈനിൽ ഒരു വലിയ പറ്റമുണ്ട്. അവര് പറഞ്ഞാല് അവർക്കും അവകാശം മേനോൻ അങ്ങേര് ഉക്രൈൻകാരനാണ് അല്ലാന്ന് പറയാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ സ്വയം നിയന്ത്രണം പാലിച്ചുകൊണ്ട് മാധ്യമങ്ങൾ ഇതൊക്കെ സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു പരിഷ്കൃത സമൂഹത്തിൽ ആയിട്ടുള്ള രീതിയിൽ ചിന്തിക്കുന്നില്ല എന്നുള്ളതിൽ വളരെ വ്യസനമുണ്ട്. എന്തായാലും ഇത് നേരത്തെ ഒരു ബാച്ച് എഴുതി അനിൽ മേനോൻ വന്നപ്പം, ഇപ്പൊ വീണ്ടും എഴുതി തുടങ്ങി. അതാണ് നമുക്ക് ഒരെണ്ണം ചെയ്യാൻ നമ്മൾ ആലോചിച്ചത്. തീർച്ചയായിട്ടും സാർ, എന്തായാലും ഇത്തരം കാര്യങ്ങൾ കൂടുതൽ വരട്ടെ. വാർത്തകൾ, വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വാർത്തകൾ ജനങ്ങളുടെ അടുക്കൽ എത്തിക്കുക മാധ്യമങ്ങൾ. അതാണ് മാധ്യമധർമ്മം. ആ മാധ്യമധർമ്മം പാലിക്കാൻ എല്ലാ മാധ്യമങ്ങളും തയ്യാറാകട്ടെ എന്ന് മാത്രമേ നമുക്ക് അവരോട് അഭ്യർത്ഥിക്കാനുള്ളൂ. സാർ നമസ്കാരം. വന്ദേ മാതരം.